കേരളത്തിലെ മുഴുവൻ എംഎൽഎമാരുടെയും ആസ്ഥാന മന്ദിരമായ എംഎൽഎ ഹോസ്റ്റൽ ഉൾപ്പെടുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. 26 കോർപ്പറേഷൻ വാർഡുകൾ ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവിലെ അവസാന വാർഡായ കുന്നുകുഴിയിലാണ് എംഎൽഎ ഹോസ്റ്റൽ. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങൾക്ക് എംഎൽഎ ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കുന്നതിന് പരിമിതിയുണ്ട്. വട്ടിയൂർക്കാവ് എംഎൽഎയുടെ ഓഫീസ് പ്രവർത്തനം എംഎൽഎ ഹോസ്റ്റൽ മാത്രമാക്കി മാറ്റേണ്ടതുണ്ടോ? പൊതുജനങ്ങൾക്ക് ജനപ്രതിനിധിയിലേക്ക് എത്താനുള്ള ദൂരക്കൂടുതലിന് കാരണമാകും. എംഎൽഎ ഹോസ്റ്റലിന് മുന്നിൽ നിന്ന് സുനിഷ അയ്യലൂർ തയ്യാറാക്കി റിപ്പോർട്ട് കൂടി. വട്ടിയൂർക്കാവ് എംഎൽഎ VK പ്രശാന്തിന്റെ എംഎൽഎ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോ വലിയ വിവാദം നടക്കുന്നത്. അതാ ഇപ്പോ പ്രതിപക്ഷമൊക്കെ ശബരിനാഥ് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഒരു എംഎൽഎ ഹോസ്റ്റൽ ഉണ്ടല്ലോ, അവിടെ പ്രവർത്തിക്കാമായിരുന്നില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഈ കാണുന്നതാണ് നിയമസഭാ സാമാജികരുടെ വാസസ്ഥലം എംഎൽഎ ഹോസ്റ്റൽ. ഇതിൽ തന്നെ നിള ബ്ലോക്കിൽ തന്നെ 31, 32 മുറികളിലായാണ് ഈ വട്ടിയൂർക്കാവ് എംഎൽഎ ആയ VK പ്രശാന്തിന് അനുവദിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ശബരിനാഥൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ VK പ്രശാന്തിന്റെ തന്നെ മണ്ഡലമായ വട്ടിയൂർക്കാവിൽ പെടുന്ന ഒരു സ്ഥലമാണ്. അതാണ് ഈ എംഎൽഎ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ എംഎൽഎ ഹോസ്റ്റലിൽ തന്നെ പ്രവർത്തിക്കുന്നതിന്റെ തടസ്സം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും കേരളത്തിലെ ഭൂരിഭാഗം എംഎൽഎമാരെ സംബന്ധിച്ചിടത്തോളവും സ്വന്തം മണ്ഡലത്തിൽ തന്നെ അവർക്ക് ഓഫീസുണ്ട്. അതൊരു വാടക മുറിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് ഉദാഹരണമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നത് ഈ എംഎൽഎ ഹോസ്റ്റലിൽ ചന്ദ്രഗിരിയിൽ തന്നെ താഴത്തെ നിലയിലായിരുന്നു K മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ എംഎൽഎ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ തന്നെ ഈ എംഎൽഎ ഹോസ്റ്റലിലേക്ക് കൂടുതൽ ആളുകൾ കാര്യങ്ങൾ പറയാനും പ്രശ്നങ്ങൾ പറയാനും ഒക്കെയുള്ള ആളുകൾ ഈ എംഎൽഎ ഹോസ്റ്റലിലേക്ക് എത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ എംഎൽഎ ഹോസ്റ്റലിലേക്ക് ആളുകൾക്ക് വരുന്നതിനൊരു തടസ്സമില്ല എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ VK പ്രശാന്ത് പറയുന്നത് അവരുടേത് ഇപ്പൊ ചന്ദ്രഗിരിയിലെ K മുരളീധരന്റെ ഉൾപ്പെടെയുള്ളതാണെങ്കിൽ ആദ്യത്തെ നിലയിലാണ്, ആളുകൾക്ക് കയറി പോകാൻ മറ്റു ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ നിളയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അതായത് രണ്ടാമത്തെ നിലയിലാണ് ഈ 31, 32 വരുന്നത്. സ്വാഭാവികമായും ആളുകൾക്ക് ഈ ഗേറ്റിൽ പറയേണ്ടി വരുന്നു. അതിനുശേഷം ഈ എംഎൽഎ ഹോസ്റ്റലിലേക്ക് കയറിയാലും അതിനകത്ത് കയറി ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് കയറേണ്ടി വരുന്നു. സ്വാഭാവികമായും ചില സംശയങ്ങൾ വരാം. നിള ബ്ലോക്ക് മാത്രമല്ല മറ്റു ചില ബ്ലോക്കുകൾ, പെരിയാറുണ്ട്, ചന്ദ്രഗിരിയുണ്ട്, അങ്ങനെ ബ്ലോക്കുകളുണ്ട്. ഇതൊക്കെ ഈ സാധാരണക്കാരായ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാകും. പക്ഷേ സ്വാഭാവികമായും ശാസ്തമംഗലം പോലുള്ള ഒരിടത്ത് ഒരു എംഎൽഎക്ക് ഒരു സ്ഥലം ഒരുക്കുമ്പോൾ ആളുകൾക്ക് എത്താനുള്ള ഒരു സാഹചര്യം കൂടുമെന്നുള്ളതാണ് VK പ്രശാന്ത് പറയുന്നത്. ഏതായാലും വലിയ തരത്തിൽ വിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമ്മളും ഇവിടെ എത്തി ഇവിടെയുള്ള വാച്ചന്മാരിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ചില എംഎൽഎമാരുടെ മണ്ഡലം ഓഫീസുകൾ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആന്റണി രാജുവിനെ പോലുള്ളവർ, വിൻസെന്റിനെ അതാണ്. ഏതായാലും എംഎൽഎ ഹോസ്റ്റലിൽ മാത്രമാക്കണോ എംഎൽഎയുടെ പ്രവർത്തനം എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്.